സ്തോത്രം. ഇന്ന് രാത്രി 2012 നമ്മൾ വിട്ട് യാത്ര പറയുവാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പ്ലീസ്. നമ്മൾ കേട്ടതുപോലെ 2013 ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറുമെന്ന് പിന്നെയും ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം എനിക്ക് 2012 അതിൻ്റെ എല്ലാ ദുഃഖങ്ങളോടും നിരാശകളോടും വേദനകളോടും കൂടെ പോയിട്ട് 2013 അനുഗ്രഹമാക്കി മാറ്റുമെന്ന് ഒരു നിശ്ചയം, ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? പ്രൈസ് ഗോഡ്. ചുമ്മാ ഒരു തോന്നലല്ല ഞാൻ പറഞ്ഞത്. പിന്നെയും ദൈവാത്മാവ് എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ ദിവസമുള്ള ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, ഈ ദിവസങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ പിന്നെയും എൻ്റെ ഉള്ളിലൊരു ഉറപ്പ് കിട്ടുന്നു. 2013 എനിക്കൊരു അനുഗ്രഹമായിരിക്കും. എനിക്ക് ആ ഉറപ്പ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ ഞങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങളും വാഗ്ദത്തങ്ങളും ഉറപ്പിക്കുന്ന വചനമാക്കി മാറ്റുമാറാകണമേ. നമ്മൾ ഈ മാസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യെശയ്യാ പ്രവചനത്തിൻ്റെ 1 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളാണ്. അതുകൊണ്ട് ഈ എജെ ഹാളിൽ നടക്കുന്ന പ്രസംഗങ്ങളെല്ലാം തന്നെ യെശയ്യാ പ്രവചനത്തെ ആസ്പദമാക്കിയാണ്. ഇവിടെ മാത്രമല്ല, ഫെയ്സ് സിറ്റിയിലെ എല്ലാ മീറ്റിങ്ങുകളിലും ഈ യെശയ്യാ പ്രവചനത്തെ ആസ്പദമാക്കിയാണ് ഈ മാസം ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവവചനം ജനം പഠിക്കണം. ഒരു മാസം കഴിയുമ്പം ഈ 33 അധ്യായത്തെക്കുറിച്ച് നല്ലൊരു നിശ്ചയം, അതിൻ്റെ ആത്മീയാർത്ഥങ്ങൾ, ഭൗതികാർത്ഥങ്ങൾ, അതിൻ്റെ എല്ലാ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്, അതിൻ്റെ എല്ലാ വിഷയങ്ങളിലേക്കും ദൈവജനത്തിന് കടന്നു ചെല്ലാൻ സാധിക്കണം. ദൈവവചനത്തിൻ്റെ പഠനവും ദൈവവചനത്തിൻ്റെ കേൾവിയും നമുക്ക് അനുഗ്രഹമാണ്. വേറെ ഒരു പുസ്തകവുമില്ല ഇത് വായിച്ചാൽ ഭാഗ്യമുള്ളവർ. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം വായിച്ച് കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ, കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം ഈ അങ്ങനെ ഭാഗ്യപരമായ ഒരു അവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് 66 അധ്യായങ്ങളുള്ള യെശയ്യാ പ്രവചനം. വേദശാസ്ത്രത്തിൽ പറയുന്നത്, വേദപുസ്തകത്തിന് എങ്ങനെ 66 അധ്യായങ്ങളുണ്ടോ, 66 പുസ്തകങ്ങളുണ്ടോ, അതുപോലെ യെശയ്യാ പ്രവചനത്തിലെ 66 അധ്യായങ്ങളും ഓരോ പുസ്തകങ്ങൾക്ക് തുല്യമാണ്, അതിനെ പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഒരിക്കലൊരു ദൈവശാസ്ത്രത്തിന് ഇപ്രകാരം പറഞ്ഞു, വേദപുസ്തകം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും യെശയ്യാ പ്രവചനമുണ്ടെങ്കിൽ ലോകത്തിനാവശ്യമായ രക്ഷയുടെ ദൂത് അതിനകത്തുണ്ട്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവിൽ കൂടെ കർത്താവിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങൾ വെളിപ്പെട്ടു. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, പ്രൈസ് ഗോഡ്, സമാധാനത്തിൻ്റെ പ്രഭു, ഇതൊക്കെയും യെശയ്യാ പ്രവചനത്തിൽ കൂടെ ലോകത്തിന് ലഭിച്ച വെളിപ്പാടുകളാണ്. വീണ്ടും ഒരു ദൈവശാസ്ത്രത്തിന് ഇപ്രകാരം പറഞ്ഞു, മൂടിയാണെന്ന് തോന്നുന്നു, ഇപ്രകാരം പറഞ്ഞു, യെശയ്യാ പ്രവചനവും നഷ്ടപ്പെട്ടു പോയെന്നിരിക്കട്ടെ, വേദപുസ്തകം മുഴുവൻ പോയെന്നിരിക്കട്ടെ, യെശയ്യാ പ്രവചനത്തിൽ 66 അധ്യായത്തിൽ 65 അധ്യായവും പോയെന്നിരിക്കട്ടെ, 53-ാമത്തെ ഒറ്റ അധ്യായം മതി മാനവജാതിക്ക് മുഴുവൻ രക്ഷയ്ക്കുള്ളത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള പുസ്തകമാണ് യെശയ്യാവ്. ഒന്നുമില്ലെങ്കിലും ഇത് വായിച്ചിട്ടില്ലാത്തവർ ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് 53-ാം അധ്യായം വായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച്, പ്രൈസ് ഗോഡ്, ആയിരക്കണക്കിന് ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെളിപ്പാടിൽ കണ്ട് പ്രവാചകനായ യെശയ്യാവ് എഴുതിയതാണ് 53-ാം അധ്യായം. പ്രൈസ് ഗോഡ്. അവൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും അതിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ മാസം പഠിക്കുന്നത് യെശയ്യാ പ്രവചനം 1 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇനിയും അങ്ങനെ ഒരു സ്റ്റഡി ആരംഭിച്ചിട്ടില്ലെങ്കിൽ, പ്ലീസ്, ഇറ്റ് ഇസ് ബെറ്റർ ഡു ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് ഇറ്റ് ഈവൻ ടുഡേ. ഇന്ന് തന്നെ അത് പഠിക്കാൻ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. നിങ്ങൾ വീട്ടിൽ പോയി ഇന്ന് യെശയ്യാ പ്രവചനത്തിൽ ഒരു അധ്യായം വായിച്ചിട്ട് കിടക്കാവൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾക്ക് പിശാചിൻ്റെ മേൽ ആധിപത്യം പ്രാപിക്കാനുള്ള കെൽപ്പുണ്ട്. നമ്മളെടുക്കുന്ന ഡിസിഷൻസ്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടത് ഡിസിഷനാണ്. ജീവിതത്തിൽ വിജയത്തിന് വേണ്ടത് ഡിസിഷനാണ്. ഏത് കമ്പനിയുടെയും ഒരു വിജയം എന്ന് പറയുന്നത് കമ്പനി ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ CMD അല്ലെങ്കിൽ CEO എടുക്കുന്ന ഡിസിഷനാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തീരുമാനങ്ങൾക്ക് ലോകത്തിലെപ്പോഴും വലിയ വിലയുണ്ട്. ഒരു യുദ്ധം ജയിക്കുന്നത് ഡിസിഷൻ ബേസ് ചെയ്തതാണ്. പ്രൈസ്. ഒരു കച്ചവടം ശരിയാകുന്നത് ഡിസിഷൻ ബേസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തീരുമാനങ്ങൾക്ക് ഒത്തിരി വിലയുണ്ട്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ ചെന്ന്, പ്രൈസ് കൊടുത്തിക്ക് മുമ്പ് വായിച്ചുകൊണ്ടിരുന്നവരല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് 53-ാം അധ്യായം ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് ഞാൻ വായിക്കും എന്ന് തീരുമാനിക്കുന്നവർ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? നിങ്ങളെല്ലാം വായിച്ച് കിടക്കാവും ഇന്ന് രാത്രി. ഐസയ്യാ ചാപ്റ്റർ 53.
പ്രൈസ് ഗോഡ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും മനസ്സിലാക്കി രാത്രി ഒരു സ്തോത്രം പറഞ്ഞ് നിങ്ങൾ കിടക്കാവൂ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് നമുക്ക് യെശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഐസയ്യാ ചാപ്റ്റർ 25 വേഴ്സ് 4 and 5. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു. മേഘത്തിന്റെ തണൽ കൊണ്ട് ഉഷ്ണം എന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്മേൽ അടിക്കുമ്പോൾ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. അന്യന്മാരുടെ ആരവം പ്രൈസ് ഗോഡ് അടങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ. യെശയ്യാ പറയുന്ന വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ അടിക്കുമ്പോൾ അന്യന്മാരുടെ ആരവം അടങ്ങും. പ്രൈസ് ഗോഡ്. നിഷ്കണ്ടകന്മാരുടെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ചിലതിനെ അടക്കുമെന്ന് ഉറപ്പുണ്ടോ? ചിലതിനെ ഒതുക്കുമെന്ന് ഉറപ്പുണ്ടോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ചിലതിനെ അടക്കും, ചിലതിനെ ഒതുക്കും. ഭയങ്കരന്മാരുടെ ചീറ്റൽ നിന്റെ മതിലിൻ്റെ നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിൻ്റെ നേരെ, നിന്റെ തലമുറയുടെ നേരെ, നിന്റെ ബിസിനസിന്റെ നേരെ, നിന്റെ ആയുസിന്റെ നേരെ, നിന്റെ ആരോഗ്യത്തിന്റെ നേരെ ഭയങ്കരന്മാരുടെ ചീറ്റൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഭാരപ്പെട്ടിരിക്കാനല്ല, ഭയപ്പെട്ടിരിക്കാനല്ല, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പേടിച്ചിരിക്കാനല്ല, നിരാശപ്പെട്ടിരിക്കാനല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉറക്കെ പറയാമോ, അന്യന്മാരുടെ ആരവം ഒതുങ്ങിപ്പോകും. അന്യന്മാരുടെ ആരവം, എന്റെ നേരെയുള്ള അന്യന്മാരുടെ ആരവം ഒതുങ്ങിപ്പോകും. നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. അന്യന്മാരുടെ ആരവം അടങ്ങിപ്പോകും. ഇന്ന് രാത്രി എൻ്റെ ദൈവം ചിലതിനെ അടക്കും, മറ്റു ചിലതിനെ ഒതുക്കും. ഇന്ന് രാത്രി അടങ്ങാതെ കിടന്ന ചിലതിനെ, ഒതുങ്ങാതെ കിടന്ന ചിലതിനെ ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് ഒതുക്കുന്ന രാത്രിയാണ്. ദൈവപൈതലേ, നിനക്ക് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. 2012 നിന്നെ ഒതുക്കിയ വിഷയങ്ങൾ, 2012 നിന്നെ അടക്കിയ വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവകൃപയാൽ ദൈവം കൈകാര്യം ചെയ്യട്ടെ. നിന്റെ ദൈവം കൈകാര്യം ചെയ്യട്ടെ. ഇന്ന് രാത്രി യേശു കൈകാര്യം ചെയ്യട്ടെ. നിനക്ക് പറ്റാത്ത വിഷയം, നിന്നെ ഒതുക്കിയ വിഷയം, നിന്നെ അടക്കിയ വിഷയം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് കൈകാര്യം ചെയ്യട്ടെ. നസറേനായ യേശു കൈകാര്യം ചെയ്യട്ടെ. അന്യന്മാരുടെ ആരവം ഒതുങ്ങട്ടെ, നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലത് ഒതുങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ ഒതുക്കണമേ. ഇന്ന് രാത്രി ചിലതിനെ ഒതുക്കണമേ. ഇന്ന് രാത്രി ചിലതിനെ അടക്കണമേ. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകാ എന്ന് അരുളി ചെയ്ത യേശുവിന്റെ ശബ്ദം ഇന്ന് രാത്രി മുഴങ്ങി 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 ഈ ഹോള് നിറയട്ടെ. ഈ ഹോളിൽ മാത്രമല്ല, നിന്റെ മക്കൾ എവിടെയെല്ലാം ഈ ആഴ്ചകളിൽ മുന്നോട്ട് പോകുന്നുവോ അവിടെ നിറയട്ടെ. അല്ല, ഈ ആഴ്ച മാത്രമല്ല, ഈ വർഷം മാത്രമല്ല, 2013 ഓരോ ദിവസങ്ങളിലും ഓരോ മാസങ്ങളിലും ഹല്ലേലൂയ, നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുക്കുന്ന വചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ ഇപ്പോൾ ആരംഭിക്കട്ടെ. Right now. ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തി വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. എനിക്ക് തോന്നിയത് പറയാം. ഞാൻ ആ വാക്യം വായിച്ച്
കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ചിലതൊക്കെ ഒതുങ്ങിയിട്ടുണ്ടെന്ന്. അത് വായിച്ച് എനിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ തോന്നി ചിലതൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന്. വിശ്വാസത്താൽ നിങ്ങൾക്കത് തോന്നിയെങ്കിൽ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ദൈവമക്കളെ, വിശ്വാസത്താൽ ഞാൻ പറയട്ടെ, ചിലതൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു, ചിലതൊക്കെ അടങ്ങിക്കഴിഞ്ഞു. ഇനി നിന്നെ വിഷമിപ്പിക്കത്തക്കവണ്ണം, ഇനി ദുഃഖിപ്പിക്കത്തക്കവണ്ണം, തല പൊക്കാൻ അനുവദിക്കാതെ കണ്ട് ദൈവവചനത്തിൻ്റെയും ദൈവകൃപയുടെയും ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കണം. ആമേൻ, ഹല്ലേലൂയ. യെശയ്യാവ് ആമേൻ 6-ാം അധ്യായം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ, 6 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 7-6 മുതൽ. അരാമും എഫ്രീമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല, സാധിക്കുകയുമില്ല. അരാമിന് തല ദമ്മശേക്ക്, ദമ്മശേക്കിന് തല രസീൻ. 65 സംവത്സരത്തിന് അകം, 65 സംവത്സരത്തിനകം എഫ്രൈം ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകും. എഫ്രൈമിന് തല ശമര്യ, ശമര്യക്ക് തല രമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. യഹോവ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തല പൊക്കാതെ വണ്ണം തകർന്നു പോകും. ചിലതൊക്കെ കഴിഞ്ഞ നാളുകളിൽ തകർന്നിട്ട് പിന്നെയും തല പൊക്കി. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇനി ദൈവം പ്രവർത്തിക്കുമ്പോൾ ഇനി തല പൊക്കാതെ വണ്ണം തകർന്നു പോകും. ദമ്മശേക്കിൻ്റെ തലയായാലും രമല്യാവിൻ്റെ തലയായാലും, ഹല്ലേലൂയ, ദൈവ പൈതലെ, നിനക്കെതിരെ നിന്ന് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന അലക്കുകാരൻ്റെ കുളത്തിലെ മേലെ കുളത്തിലെ കരയിൽ നിന്നുകൊണ്ട് നിനക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ജനത്തോട്, എഫ്രൈമിനോട്, ദമ്മശേക്കിനോട് യെശയ്യാവ് തന്റെ ജനത്തിന് വേണ്ടി അരുളി ചെയ്തു, ഹല്ലേലൂയ, തല പൊക്കാതെ വണ്ണം തകർന്നു പോകും. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഒരു തല പൊക്കാതെ വണ്ണമുള്ള ഇനി തല പൊക്കാതെ വണ്ണം ചിലതിനെ ഒതുക്കണമേ, ഇനി തല പൊക്കാതെ വണ്ണം ചിലതിനെ അടക്കണമേ. അർദുല ബൗഡ ഷവഡ ജപന ജലമ ശക്തിയോടെ ഇന്ന് ആരാധിച്ചാട്ട്. രക്തം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ചിലത് ഇനി തല പൊക്കരുത്. നിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ നാളുകൾ ഒതുങ്ങി കിടന്നിട്ട് തല പൊക്കിയ വിഷയങ്ങൾ, നിന്റെ വീട്ടിൽ തല പൊക്കിയ വിഷയങ്ങൾ, ബിസിനസ്സിൽ തല പൊക്കിയ വിഷയങ്ങൾ, ആലോചനയിൽ തല പൊക്കിയ വിഷയങ്ങൾ, നിന്റെ ആരാധനയിൽ തല പൊക്കിയ വിഷയങ്ങൾ, സഭയിൽ തല പൊക്കിയ വിഷയങ്ങൾ, ഹല്ലേലൂയ, ജീവിതത്തിൽ തല പൊക്കിയ വിഷയങ്ങൾ, ഇന്ന് രാത്രി ഒതുങ്ങുന്നവ ഇനി തല പൊക്കാൻ കഴിയാതെ വണ്ണമായിരിക്കട്ടെ. ശക്തിയോടെ ആരാധിക്കാം. ഇന്ന് രാത്രി Amen. In the name of Lord Jesus. In the name of Lord Jesus. In the name of Lord Jesus. Amen. Praise God. Hallelujah. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പാമ്പിനെ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? പാമ്പിനെ കണ്ടിട്ടുള്ളവർ? പ്രൈസ് ഗോഡ്. പാമ്പിനെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? നോക്കിയില്ല. പാമ്പിനെ കണ്ടിട്ടുള്ളവർ കൈവയ്ക്ക്. ഓക്കെ, ഹല്ലേലൂയ. ഇനി ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, തല തല്ലിച്ചതച്ച പാമ്പിനെ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. തല തല്ലിച്ചതച്ചാലും പാമ്പിൻ്റെ വാലെന്ത് ചെയ്യും? അനങ്ങിക്കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ കുറച്ച് കഴിയുമ്പം ചത്ത പാമ്പിനെ കണ്ടവർ എത്ര പേരുണ്ട്? വാലിൻ്റെ അനക്കവും നിൽക്കും. ഇന്ന് രാത്രി തല ചതയണം. ഇന്ന് രാത്രി നിന്നെ വേടിപ്പിക്കുന്ന വിഷയങ്ങളുടെ തല ചതയണം. ജീസസ്, യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ആരാധിക്കാം.
ആരാധിക്കാം. ഇന്ന് രാത്രി ചിലതിന്റെ തലകളെ തകർക്കണം. ഈ ആരാധനയിൽ ചില തലകൾ തകരത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം എന്റെയും നിന്റെയും വിഷയത്തിൽ കടന്നു വരാൻ ഇടയാകണം. തലകളെ തകരണം. ശത്രുവിന്റെ തല ഇന്ന് തകരണം. ഇനി അവൻ തല പൊക്കാതെ കണ്ട്, ദമ്മേശക്കിനി തല പൊക്കാതെ കണ്ട്, എഫ്രൈമിനി തല പൊക്കാതെ കണ്ട് വ്യാപരിക്കുമെന്ന് പറഞ്ഞ യെശയ്യാവ് പറഞ്ഞ വചനത്തിൽ കൂടെ വ്യാപരിച്ച അതേ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ആരാധിച്ചു പോകണമെന്ന് എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ദൈവവചനം പറഞ്ഞു എൻ്റെ ദാസന്മാർ ഭക്ഷിച്ച് ആരാധിക്കും. ദൈവവചനം കേട്ട ആരാധന വരണം, അതിൻ്റെ വിശ്വാസത്തിൽ ആരാധന വരണം. അങ്ങനെ വരുമ്പോൾ കേട്ട വചനം ചാട്ടുളി പോലെ അങ്ങോട്ട് തെറിച്ച് ചെല്ലും. അത് ചെന്നിട്ട് ശത്രുവിൻ്റെ നെഞ്ചത്ത് തറയ്ക്കും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ചില ശത്രുവിൻ്റെ നെഞ്ചത്ത് തറയ്ക്കത്തക്കവണ്ണം അസ്ത്രം പോലെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പഴയ കാലത്ത് യുദ്ധം വരുമ്പോൾ എന്തെന്നറിയാമോ? ഈ പഴയ ആയുധങ്ങളൊക്കെ പൊക്കിയെടുക്കും. അത് പൊക്കിയെടുത്ത് മൂർച്ച കൂട്ടി തുടച്ച് മെനിക്ക് വയ്ക്കും. യുദ്ധം വരാൻ പോവുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുപോലെ ഈ നമ്മൾ ഈ ചില സമയത്ത് വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾ, പഴയ വാക്യമൊക്കെ പൊക്കിയെടുക്കണം. അത് തുടച്ച് മെനിക്ക് എന്ത് ചെയ്യണം? നിൻ്റെ പൂണിയിലോട്ടേക്കണം. എന്തിനാണെന്നറിയാമോ? ആവശ്യം വരുമ്പോൾ അതെടുത്തോട്ടെ എഴുതി വിടാൻ. ഇന്ന് രാത്രി കർത്താവ് യേശു ക്രിസ്തു ചെയ്തത് അറിയാമല്ലോ. ഹല്ലേലൂയ. അവനെ പരീക്ഷിക്കുവാൻ കടന്നു വന്ന പിശാചിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്ത വചനം അവൻ ഹല്ലേലൂയ, പിശാച് അവൻ ഹല്ലേലൂയ തിരിഞ്ഞോടി. ഇന്ന് രാത്രി അങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ നല്ല തുടച്ച് മിനിക്ക് ഇടയ്ക്ക് എടുത്ത് ഇട്ടേക്കണം. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു പഴയ വാക്യം ഇതിനോടനുബന്ധിച്ച് തുടച്ച് മിനിക്ക് നമുക്ക് എടുക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് 3-ാം അധ്യായം 13-ാം വാക്യം. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയെന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ 3-ാം അധ്യായം 13 14 15-ാം വാക്യം. 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. ഇത് ആരോട് പറഞ്ഞത് അറിയാമോ? എൻ്റെ പുറകെ വായിച്ച് പിശാചിനോട് പറഞ്ഞത്, പാമ്പിനോട് പറഞ്ഞത്. വായിച്ചു. അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. തല തകർക്കും. നീ അവന്റെ കുതികാൽ തകർക്കും. നീ അവന്റെ കുതികാൽ തകർക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ, നീ അവന്റെ തല തകർക്കും. വാക്യമാണ്. ഇതൊന്ന് തൂത്ത് തുടച്ച് ഇന്ന് രാത്രി കയ്യിലെടുക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മനുഷ്യൻ പാപത്തിൽ വീണ് ശത്രു ആധിപത്യം പ്രാപിച്ചുവെന്ന് തോന്നിയ സമയത്ത് കർത്താവ് പറഞ്ഞു, നീ അധികം കിടന്ന് ഞെളിയണ്ട, നിന്റെ തല തകർക്കും, നിന്റെ തല തകർക്കും. ഇന്ന് രാത്രി ആ വചനമൊന്ന് പൊക്കി എടുത്തിട്ട് പറ പിശാചിനോട്, നിന്റെ കുടുംബത്തെ തകർക്കാൻ, ജീവനെ തകർക്കാൻ, തലമുറയെ തകർക്കാൻ, സന്തോഷം തകർക്കാൻ, സമാധാനം തകർക്കാൻ, സമ്പത്തിനെ തകർക്കാൻ, ആരോഗ്യത്തെ തകർക്കാൻ നിന്നെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന പിശാചിനെ നോക്കി പറ, പിശാചേ, യേശു നിന്റെ തല തകർത്തും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ഈ വചനം നിറവേറി. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ തലയെ തകർത്തവൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഇനി ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇവൻ്റെ കുട്ടിപ്പിശാചുകൾ തല പൊക്കിയിട്ടുണ്ടെങ്കിൽ നേതാവിൻ്റെ തല തകർത്തവൻ അവൻ്റെ ഇന്ന് നമുക്ക് വേണ്ടി വന്നിട്ട് ഇതിൻ്റെ ഒക്കെ തല തകർക്കാൻ പോകുകയാണ്. നിൻ്റെ ഏത് വിഷയത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കേണ്ട രാത്രിയാണെന്ന്. നിൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിലോ എനിക്കറിയത്തില്ല, സമ്പത്തിൻ്റെ വിഷയമോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് രാത്രി ഏത് വിഷയത്തിലായാലും എൻ്റെ യേശുവിൻ്റെ ശക്തി ഇന്ന് രാത്രി ഒന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആമേൻ. അപ്പോൾ ഇന്ന് രാത്രി
ഇനി തല പൊക്കാതെ വേണം ഇതിൻ്റെയൊക്കെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ബർക്കമാൻ ഇപ്രകാരം പറയും, പിശാചിൻ്റെ മൊട്ടത്തല തടിക്ക് പൊടിക്കുമെന്ന്. മൊട്ടത്തലാണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി മൊട്ടത്തലയായാലും വേണ്ടുകയില്ല, മുടിയുള്ള തലയായാലും വേണ്ടുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ തകർത്തു പോകുവാൻ, യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ തല തകർത്ത് ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയുമായി ജീവിതത്തിൽ ഇനി യേശുവിൻ്റെ നാമത്തിൽ സമാധാനത്തെയും സന്തോഷത്തെയും കൈകാര്യം ചെയ്യുന്ന സമാധാന പ്രഭുവിനെ അത് ഏൽപ്പിച്ചു കൊണ്ട് പോകാൻ ഇടയായിത്തീരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ യെശയ്യാവ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അന്യന്മാരുടെ ആരവം, പ്രൈസ് ഗോഡ്, നിഷ്കണ്ടകന്മാരുടെ പാട്ട് നിർത്തും, ഒതുക്കും, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, അടക്കും. എങ്ങനെയാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. 25-ാം അധ്യായം 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, നീ എളിയവന് ഒരു ദുർഗവും. ദൈവം എളിയവന് ഒരു ദുർഗമാണ്. യേശു എളിയവന് ഒരു ദുർഗമാണ്. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവൻ നിനക്ക് ദുർഗമാണ്. യേശു പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് മനസ്സിലാക്കിയാൽ യേശു നിനക്ക് ദുർഗമാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ വചനം അനുസരിച്ച് എന്നെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ മനസ്സുള്ളവർക്കൊരു സ്തോത്രം പറയാം. തന്നെത്താൻ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് പല ഭക്തന്മാരെന്ന് പറയുന്നവരുടെയും താഴ്ത്തൽ പ്രാർത്ഥനയിൽ മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഞാൻ പുഴുവാണ്, പൂച്ചയാണ്, അട്ടയാണ്, പാറ്റയാണെന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയും. പ്രൈസ് ഗോഡ്. പക്ഷെ ഒരു രംഗം വരുമ്പോൾ പുഴു പത്തിയും പിടിച്ചുകൊണ്ട് വരുന്ന കാണാം. അങ്ങനത്തെ താത്തല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിന്റെ തല ദൈവനാമത്തിൽ കുനിഞ്ഞിരുന്നാൽ ദൈവം അതിനെ ഉയർത്തുമ്പോൾ നിന്റെ നേരെ ഉയർന്നു നിന്ന ശത്രുവിൻ്റെ തല താഴും. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊണ്ട് സ്തോത്രം ചെയ്ത് പറ. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ തല ദൈവനാമത്താൽ വണങ്ങിയിരിക്കുമ്പോൾ, കുനിഞ്ഞിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, നീ പേടിക്കല്ലേ. എല്ലാവരുടെ തലയിൽ കൂടെ കിടന്ന് ഓടുമെന്ന് പ്രതീക്ഷിക്കേണ്ട, പേടിക്കണ്ട. പ്രൈസ് ഗോഡ്. നിന്റെ തല ദൈവസന്നിധിയിൽ കുനിക്കുമ്പോൾ ദൈവം ശത്രുവിൻ്റെ തല നിന്റെ മുമ്പിൽ കുനിക്കും. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ദൈവശക്തി ഈ ഇന്ന് കേട്ട വിഷയം പോലെ ചില കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ശത്രു എൻ്റെ നേരെ പ്രാബല്യം പ്രാപിക്കുന്നുവെന്ന് ചോദിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ശത്രു നിന്റെ നേരെ പ്രാബല്യം പ്രാപിക്കുന്നു, ശരിയാണ്. പക്ഷേ അവന് എന്നും പ്രാബല്യത്തിൽ നിൽക്കത്തില്ല. നിന്റെ ദൈവം നിനക്ക് അനുകൂലമായി എഴുന്നേൽക്കുമ്പോൾ അവന്റെ തല കുനിയും. ആ ദൈവം നിനക്ക് അനുകൂലമായി എഴുന്നേൽക്കുവാൻ ഇന്ന് യേശുവിന്റെ മുമ്പിൽ തലകൾ വണങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും സകല മുഴങ്കാലും മടങ്ങുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി നിന്റെ മുഴങ്കാലും മടങ്ങട്ടെ. ശത്രുവിന്റെ തല അവൻ കുനിക്കാൻ പോവുകയാണ്. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുന്ന നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുന്ന നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പ് വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പ് വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം. യേശുനാമം അതിശയനാമം, ഏഴെനിക്കുമ്പ നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഗുരുടർക്കും മൂടർക്കും കുഷ്ഠരോഗികൾക്കും വിടുതലും നൽകും നാമം. ഗുരുടർക്കും മൂടർക്കും കുഷ്ഠരോഗികൾക്കും വിടുതലും നൽകും നാമം. യേശുനാമം അതിശയനാമം,
യേശുനാമം അതിശയനാമം, കേൾക്കുന്ന നാമം. ഓ എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം, എന്നിൽ കരിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം, എന്നിൽ കരിഞ്ഞ നാമം. അന്യരെന്ന പേരെടുത്തു എന്നേക്കുമായി മാറ്റും ഉന്നതന്റെ വന്യനാമം. അന്യരെന്ന പേരെടുത്തു എന്നേക്കുമായി മാറ്റും ഉന്നതന്റെ വന്യനാമം. യേശുനാമം അതിശയനാമം, കേൾക്കുന്ന നാമം. യേശുനാമം അതിശയനാമം, കേൾക്കുന്ന നാമം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശു നിനക്ക് ഒരു ദുർഗമാണ്. പ്രൈസ് ഗോഡ്. രണ്ടാമത്, ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും. ദരിദ്രന് കഷ്ടത്തിൽ ഒരു കോട്ടയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കോട്ടയുടെ ഉപയോഗം എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. നിന്റെ നേരെ അങ്ങ് പെട്ടെന്ന് കയറി വരാൻ സമ്മതിക്കാത്ത പ്രതിരോധം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കോട്ടയ്ക്കകത്ത് കയറണമെങ്കിൽ രണ്ട് വിധത്തിലേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ കോട്ട ചാടി കിടക്കുക, അല്ലെങ്കിൽ വാതിൽ തുറന്നു കഴിയുമ്പം അകത്ത് കയറുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏതായാലും വാതിൽ തുറന്നില്ലെങ്കിൽ ചാടി കിടക്കാനേ പറ്റൂ. നിന്റെ നേരെ വരുന്ന ശത്രുവിനെതിരായി യേശു നിനക്ക് ഒരു പ്രതിരോധമാണെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിയൊരു എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിന്റെ നേരെ നിന്നെ വിഷമിപ്പിക്കാൻ, നിന്നെ പാട്ടിലാക്കാൻ, നിന്നെ അടിമപ്പാടിലാക്കാൻ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ, നിനക്ക് സ്വാതന്ത്ര്യം കെട്ട് നിന്നെ വീണ്ടും പിടിച്ചുകൊണ്ട് പോകത്തക്കവണ്ണം ശത്രുക്കൾ കടന്നു വരാൻ സാധ്യതയുള്ള സ്ഥാനത്ത് ദൈവം നിനക്കൊരു കോട്ടയായി ഇന്ന് രാത്രി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, നിന്റെ നേരെ പുറപ്പെട്ടിരിക്കുന്ന ശത്രു അത്ര എളുപ്പമൊന്നും അകത്ത് വരത്തില്ലെന്ന്, ഇന്ന് രാത്രി അത്ര എളുപ്പത്തിലൊന്നും നിന്നെ സമീപിക്കാൻ, നിന്റെ അടുത്ത് വരാൻ സമ്മതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നീ കോട്ടയായി ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ ഇന്ന് രാത്രി പരിപാലിക്കുമാറാകണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം എനിക്ക് കോട്ടയാണെന്ന് വിശ്വസിച്ചുകൊണ്ടെന്ന് പോയക്കോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ നേരെ അതിവേഗത്തിൽ വന്നുകൊണ്ടിരുന്നവനെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവിടെ തടുത്ത് നിർത്തി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞാൻ ഇന്ന് കാണുന്നത്. പ്രൈസ് ഗോഡ്. നിന്റെ നേരെ നിന്നെ പിടിച്ചു കെട്ടുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ശത്രുവിനെ തടുത്തു നിർത്താൻ കഴിവുള്ള ഒരുവൻ എനിക്കുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്രയൊക്കെ സാധിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ ഓട്ടം നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ ഓട്ടം ഇന്ന് രാത്രി നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശത്രു പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് ഇന്ന് രാത്രി മാറ്റം വരട്ടെ. ഹല്ലേലൂയ. ഈ ശത്രു പിന്തുടരുമ്പോൾ ദൈവം കോട്ടയായി നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 14 അധ്യായം 19 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 14:19. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. എപ്പോഴാണെന്നറിയാമോ? അതിന്റെ മേളിലൊന്ന് വായിച്ചേ. എപ്പോഴാ? ജനമെല്ലാം കൂടെ കടന്ന് നിലവിളിക്കുന്ന ഭാഗം തൊട്ട് വായിച്ചേ. ജനം തലയുയർത്തി നോക്കി. അപ്പോൾ 10 ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ തലപൊക്കി നോക്കിയപ്പോൾ മരുഭൂമിയിൽ കൂടെ വലിയ ഒരു മണൽ അങ്ങ് പൊങ്ങുക. നോക്കുമ്പോൾ എന്താ പറയുക, വിശേഷപ്പെട്ട 600 രഥങ്ങളും സകല രഥങ്ങളും സകല പഠനവുമായി പ്രൈസുള്ള കുതിരകളുമായി ഫറവോൻ ഇവരെ തിരികെ പിടിച്ചുകൊണ്ട് പോകാൻ വരിക. ഇവർ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം മണിക്കൂറുകളായിട്ടില്ല. ശത്രു പറയുകയാണ്, ഞാൻ ഇനിയും പുറകെ ചെല്ലും, ഇനിയും അവനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. അങ്ങനെ ഹല്ലേലൂയ പുറകെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. ദൈവമാണ് നിന്നെ വിടുവിച്ചതെങ്കിൽ, ദൈവമാണ് നിന്നെ പുറപ്പെടുവിച്ചതെങ്കിൽ, എത്ര സന്നാഹത്തോടുകൂടി ശത്രു പുറകെ വന്നാലും ആമേൻ ഒന്നും നടക്കത്തില്ലെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ആമേൻ. തീർന്നില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിന്റെ പുറകെ പിന്നെയും ശത്രു വരുന്നത് നിന്നെ പിടിക്കാനല്ല, അവൻ്റെ നാശത്തിനാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവാത്മാവ് ഇന്ന് രാത്രി ചില വിഷയങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്നെ അടിമപ്പാടിലിട്ട് കഷ്ടപ്പെടുത്തിയ ശത്രു ഒരു കണക്കിന് നീ അതിന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് നിന്റെ പിന്നാലെ അവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പൊടിപടലം പടർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഹുങ്കാരവത്തോടെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, ആർപ്പുവിളിയോടെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി
ദൈവജനമേ ഭയപ്പെടേണ്ട. ദൈവം നിനക്ക്, യേശു നിനക്ക് കോട്ടയാണ്. ഇന്ന് രാത്രി അവൻ നിന്റെ അടുക്കൽ വരുന്നത് നിന്നെ നശിപ്പിക്കാനല്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പകരം അവനെ ഒതുക്കുന്നവൻ, അവനെ ഒടുക്കുന്നവൻ. ദൈവശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ പിന്തുടർന്നുകൊണ്ടിരുന്ന ശത്രുവിന്റെ മേൽ വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. ഒരു തലമുറ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അവൻ. എന്നാൽ അബോർഷൻ കൊണ്ട് അവൻ കഴിഞ്ഞ നാളുകളിൽ തലമുറയെ കെടുത്തിക്കളഞ്ഞ ദുഷ്ടശക്തി ഇന്ന് പിന്തിരിയുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇനി അബോർഷൻ നടക്കാതെ കൊണ്ട്, ഇനി അബോർഷൻ നടക്കാതെ കൊണ്ട് പ്രജയെ പരിപാലിക്കുന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഒരു കോട്ടയായി, ഒരു കോട്ടയായി ഇന്ന് രാത്രി നിനക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിലെ കെട്ടുകൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ അഴിയട്ടെ. പാരമ്പര്യ, പൗരോഹിത്യ, ജാതീയ ബന്ധനങ്ങൾ ചിലത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിൽ അഴിയട്ടെ. തലമുറകൾക്കെതിരായി, തലമുറ ഉണ്ടാകുന്നതിനായി, ഒരു കുഞ്ഞുണ്ടാകുന്നതിനെതിരായി താമൻ പോരാടിക്കൊണ്ടിരുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. കരമടിച്ച് ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ജീവ ജനിക്കാഞ്ഞിട്ടല്ല, വളർത്തുകയില്ല. ഉരുവാകാഞ്ഞിട്ടല്ല, പുറത്തു കൊണ്ടിരത്തില്ല. ജനിക്കാഞ്ഞിട്ടല്ല, വളർത്തത്തില്ല. ഹല്ലേലൂയ. ജനിച്ചതിനെ പ്രയോജനപ്പെടുത്തത്തില്ല. ജനിച്ചതാണെങ്കിലും വളർത്തത്തില്ല. ബുദ്ധി വളർത്തത്തില്ല, ശരീരം വളർത്തത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ വിഷയങ്ങളുടെ മേൽ ജയമെടുത്ത് ആരാധിക്കുക. എൻ്റെ തലമുറകളുടെ മേൽ, തലമുറകളുടെ മേൽ അവൻ ശരീരത്തിലും ബുദ്ധിയിലും ആത്മാവിലും എല്ലാം പോരാടിക്കൊണ്ട് പ്രൈസ് ഗോഡ് അവൻ നിഷ്പ്രയോജനമാക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ജയമെടുക്കണം. 2013 ഈ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാകണം. ജീസസ്, 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 ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഫറവോൻ വെല്ലുവിളിച്ച് വരുന്നത് കണ്ടപ്പോൾ ഇവിടെ തല ഉയർത്തി നോക്കി കിടന്ന് കരയാൻ തുടങ്ങി. അടുത്ത വാക്യം. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? എങ്ങനെ പറയാതിരിക്കും? ഇഷ്ടിയെ തികയ്ക്കാഞ്ഞതിന് തല്ലിയ ഇപ്പോഴും പാടുകിടപ്പുണ്ട് ശരീരത്തില്. ഈ ദുഷ്ട ഫറവോൻ വന്ന് തിരിച്ചു കൊണ്ടുപോയാൽ കൊന്നു കുഴിച്ചിടും. നേതാക്കന്മാരായിട്ടുള്ളവർ പറയുകയാണ്, ഞങ്ങളെ ഇവിടെ കൊന്ന് കുഴിച്ചു മൂടും, ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊന്ന് കുഴിച്ചു മൂടും. എന്തിനാ മോശേ ഞങ്ങളോട് ഇങ്ങനെ നീ ചെയ്തത്? അടുത്ത മറുപടി. നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ നീ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നത്? അടുത്തത്. മിസ്രൈമർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലേ? ഞങ്ങൾ പഴയ സ്ഥലത്തോട്ട് തന്നെ പൊക്കോളാമെന്ന് പറഞ്ഞില്ലേ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി നീ ഭയമില്ലാതിരിക്കാൻ പറ്റുമോ? ഭയമില്ലാതിരിക്കാൻ പറ്റുമോ? ശത്രു നിന്റെ പുറകെ വരട്ടെ, തൊടത്തില്ല. ശത്രു നിന്റെ പുറകെ വരട്ടെ, തൊടത്തില്ല, തൊടത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി സംസാരിക്കുന്നു. ശത്രു നിന്റെ പുറകെ വരും, പക്ഷെ തൊടത്തില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിനക്ക് കോട്ടയായി ഇന്ന് രാത്രി ഉണ്ട്. വായിച്ചാട്ടെ. ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന്, ഇന്നലെയല്ല നാളെയല്ല, ഇന്ന്. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലത് ചെയ്യാൻ ദൈവത്തിനുണ്ട്. ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാനുണ്ടെന്ന് വിശ്വസിച്ചവനെ ആരാധിച്ചാട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കട്ടെ. Let the work of God start here right now. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇവിടെ ആരംഭിക്കട്ടെ, ഇന്ന് ആരംഭിക്കട്ടെ. Praise God. ഇപ്പൊ മണി 8:10 ഒന്ന് കുറിച്ചിട്ടേര്. ഈ 8:10 ആരംഭിക്കണം.
ഇന്ന് മിസ്രൈമിനെ കണ്ട മിസ്രൈമിനെ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു കാലത്തും കാണുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇവിടെ ആരംഭിക്കണം, ഇവിടെ ആരംഭിക്കണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. 8:10 ആമേൻ. 2012 18-ാം തീയതി രാത്രി 8:10 ചിലത് ദൈവം എന്റെ ജീവിതത്തില്, എന്റെ ജീവിതത്തില്, എന്റെ ജീവിതത്തില്, എന്റെ ജീവിതത്തില് യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ, സൗഖ്യങ്ങൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, അഭിവൃദ്ധി, ഐശ്വര്യം ചെലവ് ഇന്ന് രാത്രി ഇവിടെ തുടങ്ങട്ടെ. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ചെങ്കടൽ പിളർന്നു വഴി തരും, വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ചെങ്കടൽ പിളർന്നു വഴി തരും, വഴി യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് കണ്ട മിസ്രൈമിനി വരികയില്ല. അവൻ ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് കണ്ട മിസ്രൈമിനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് കണ്ട മിസ്രൈമിനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് കണ്ട മിസ്രൈമിനി വരികയില്ല. ചെങ്കടൽ വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് വന്ന ദുഃഖമിനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് കണ്ട ദുഃഖമിനി വരികയില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ചില വിടുതലുകൾ ഈ നിമിഷത്തിൽ, ഈ നിമിഷത്തിൽ നടക്കട്ടെ. ചില സൗഖ്യങ്ങൾ നടക്കട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ആദ്യം ഓർപ്പിച്ചെന്നാ, ചില ഇനി അവൻ തല പൊക്കത്തില്ല, തല പൊക്കാതെ വണ്ണം തകർന്നു പോകും. വചനം പറഞ്ഞ് എണ്ണിക്കൊണ്ട് 65 സംവത്സരത്തിനകം. നമുക്ക് 65 സംവത്സരം കാത്തിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്, ആയുസ് തീരും. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഒന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കും. എത്ര പേർക്ക് ക്ലെയിം സാധിക്കും? എത്ര പേർക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും? വിശ്വാസത്തിൽ എത്ര പേർക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും? കരമുയർത്തി പറ, എണ്ണിക്കൊണ്ട് 65 ദിവസങ്ങൾക്കകം തലകളെ തകർത്തുന്ന ദൈവശക്തി എനിക്ക് വേണ്ടി വ്യാപരിക്കണമേ. ചിലത് ഒതുങ്ങട്ടെ,
ചിലത് അടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ എണ്ണിക്കൊണ്ട് 65 ദിവസങ്ങൾക്കകം ദമ്മേശക്കിന്റെ തലയെ തകർക്കുമെന്ന് ദൈവകൃപ നിനക്ക് വേണ്ടി വ്യാപരിക്കണം. ഞാൻ ചോദിക്കട്ടെ, എണ്ണിക്കൊണ്ട് 65 സംവത്സരം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. 65 ദിവസം എന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഈ 65 ദിവസം 2 മാസം കാത്തിരുന്നാലേ വല്ലതും വിവരം അറിയത്തുള്ളൂ. എന്നാൽ ചിലർക്ക് 2 മാസം കഴിയുമ്പോൾ അടച്ചുപൂട്ടി പോകേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാമോ, എനിക്ക് 65 ദിവസം ഒന്നും കാത്തിരിക്കാൻ വയ്യ. 65 മണിക്കൂറിനകം, എണ്ണിക്കൊണ്ട് 65 മണിക്കൂറിനകം എന്റെ വിഷയം സ്വർഗം കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പോടെ ആരാധിക്കുക. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രി ചില വിടുതലുകൾ നടക്കട്ടെ. ഇന്ന് രാത്രി ചില കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് രാത്രി ചില അനുഭവങ്ങൾ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പിന്നെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ചിലർക്ക് 65 മണിക്കൂർ കാത്തിരിക്കാനും വയ്യാത്തവണ്ണം പ്രശ്നത്തിലായിരിക്കുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ, 65 ദിവസവും പറ്റത്തില്ല, 65 വർഷവും പറ്റത്തില്ല, 65 മണിക്കൂറും പറ്റത്തില്ല. കർത്താവേ, 65 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 ദിവസം എടുക്കും. ഇന്ന് ബുധൻ, ചൊവ്വാഴ്ചയാണ്. ബുധൻ, വ്യാഴം, വെള്ളിയാകണം. എനിക്ക് വെള്ളി വരെ നിൽക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ദൈവം എന്തെങ്കിലും ചെയ്യണം. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ ക്ലെയിം ചെയ്യാമോ? 65 മിനിറ്റിനകം, 65 മിനിറ്റിനകം, 65 മിനിറ്റിനകം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപയുടെ വ്യാപാരം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അബ്രഹാം നിന്നിട്ട്, കർത്താവേ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, ഇല്ല 5 കുറഞ്ഞ് 45 ആയാലോ, 40 ആയാലോ, ഞാൻ താത്തി കൊണ്ടുവന്നിട്ട് പിന്നോട് പുള്ളി നിർത്തി ഒരു സ്ഥലത്ത് വെച്ച് 10 പേരെ കണ്ട എന്ന് പറഞ്ഞ് ഞാൻ 65 മിനിറ്റിൽ അങ്ങ് നിർത്തുക. ഇന്ന് രാത്രി ഒരു വിടുതൽ നടക്കണം. ഇന്ന് രാത്രി ചില വിടുതലുകൾ നടക്കണം. ഇന്ന് രാത്രി ചില കെട്ടുകൾ പൊട്ടണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരത്താൽ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവകൃപ ഇന്ന് രാത്രി ചില വിഷയങ്ങളിൽ വ്യാപരിച്ചേ പറ്റി. ഹല്ലേലൂയ. വായിച്ചാട്ടെ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി നാളും, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആര് യുദ്ധം ചെയ്യും? എടാ, യഹോവ യുദ്ധം ചെയ്യുമ്പോൾ നീ ഫറവോന്റെ കുതിര എണ്ണാൻ പോണം. യഹോവയാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെങ്കിൽ അവൻ എത്ര രഥം കൊണ്ടാണ് വരുന്നതെന്ന് നിനക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. ദൈവമാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ ശത്രുവിന്റെ സംഖ്യയുടെ പൂജ്യം നീ എണ്ണണോ? ഇന്ന് രാത്രി എല്ലാം കൂടെ വട്ടപൂജ്യമാകാൻ പോവുകയാണെങ്കിൽ ആമേൻ, അവന്റെ പൂജ്യം എണ്ണിയിട്ട് എന്നാ കാര്യം? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവകൃപയുടെ വ്യാപാരം അതിന്റെ ഉള്ള അളവിൽ പൂർണ്ണ ശക്തിയോടെ കർത്താവേ, ഇന്ന് രാത്രി ചിലരെ വട്ടപൂജ്യമാക്കിക്കൊണ്ട്, ശത്രുവിന്റെ ചില പ്രവർത്തികളെ വട്ടപൂജ്യമാക്കിക്കൊണ്ട് absolute zero വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. വിശ്വാസത്താൽ ഏറ്റെടുക്കുക. ഇന്ന് രാത്രി വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവമക്കളെ, വിശ്വാസത്താൽ ഏറ്റെടുത്താലുണ്ടല്ലോ, ഇതിനപ്പുറത്ത് ഇനി വേറെ ഒരു മരുന്നുമില്ല. ഇതിനെ നിർവീര്യമാക്കാൻ പറ്റിയ ഒരു ശക്തിയുമില്ല. ഇന്ന് രാത്രി എൻ്റെ നിന്റെ വിശ്വാസത്തെ നിർവീര്യമാക്കാൻ പറ്റിയ ഒരു ശക്തിയുമില്ല, ഒരു ശത്രുവുമില്ല, അവൻ്റെ ഒരു ആയുധവുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്താൽ യു ക്ലെയിം യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങളെ ക്ലെയിം ചെയ്യുന്ന ദൈവകൃപ ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. ഓ ജീസസ്. ഈ ജനുവരി 1-ാം തീയതി വരുന്നതിന് മുമ്പ് പ്രൈസ് ഗോഡ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തൊക്കെയെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ?
ഒരു കുടുംബ വിഷയം, പിള്ളേരുടെ വിഷയം, ജോലി വിഷയം, ബിസിനസ് വിഷയം, എല്ലാ വിഷയം പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് 1996 ഡിസംബർ മാസത്തിൽ 22 23 തോന്നുന്നു ഞാൻ ചെന്നു. അദ്ദേഹം താമസിച്ചിരുന്നത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ വൈറ്റിലെ അടുത്തുള്ള പഞ്ചവടി, പ്രൈസ് ഗോഡ് പഞ്ചവടിയല്ല, സാബുക്ക് താമസിക്കുന്ന ഈ സ്റ്റാർ പാർക്കിന് തെക്കുവശത്തുള്ള ഫ്ലാറ്റിലെടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ എല്ലാം അടുത്ത സുഹൃത്തായിരുന്നു ഇൻഷുറൻസിൽ അന്ന് സീനിയർ മാനേജറായിരുന്ന CK ജോണിക്കുട്ടിച്ചായൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ജോണിക്കുട്ടിച്ചായൻ ഇവിടെ ഹൗസിംഗ് ബോർഡിലൊരു ഗിരിനഗറിലൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ജോണിക്കുട്ടിച്ചായൻ്റെ വീട്ടിൽ ചെന്ന് പോരാൻ നേരത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവരൊന്നും എന്നോട് പറഞ്ഞില്ല, അവരുടെ പ്രശ്നം പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഡിസംബർ 31 ഞങ്ങൾക്ക് കാശ് എണ്ണാനുള്ള സമയമല്ല, നിന്റെ നന്മകൾ എണ്ണാനുള്ള സമയമാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഡിസംബർ 31 ദൈവം എനിക്ക് ചെയ്ത നന്മകളെ എണ്ണുവാനുള്ള സമയമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് 31-ാം തീയതി നടക്കേണ്ട കാര്യം 29-ാം തീയതി ശരിയാക്കണം. ഇത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഡിസംബർ 31 കാലാവധി തീരുന്ന ഒരു വീട് തൃപ്പൂണിത്തുറയിൽ കരാർ എഴുതിയിട്ടുണ്ട്. ഡിസംബർ 31 കാലാവധി തീരും. ആ വീട് കാലാവധി തീർന്ന് കിട്ടാൻ കരാർ എഴുതിയവർ കാത്തിരിക്കുക. കാരണം അതിനേക്കാൾ നല്ല വിലയ്ക്ക് അവർക്ക് വേറെ കൊടുക്കാൻ ആൾ വന്നു കഴിഞ്ഞു. ഡിസംബർ 31 ആധാരം ഹല്ലേലൂയ ആമേൻ കാലാവധി തീരും. പ്രൈസ്. അതിനു മുമ്പ് പണം കൊടുത്തില്ലെങ്കിൽ ആ വീട് നഷ്ടപ്പെടും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വേണ്ടത് 1 2 രൂപയല്ല. പ്രൈസ് ഗോഡ് 18 ലക്ഷം രൂപ വേണം. ബാക്കി കരാർ കൊടുത്തിട്ടുണ്ട്. 18 ലക്ഷം രൂപ ഡിസംബർ 31 കിട്ടണം. ഇല്ലെങ്കിൽ കരാർ പൊളിയും. ഞാൻ 22-ാം തീയതി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇദ്ദേഹത്തിന് ഈ ചില ആളുകൾക്ക് ഈ ഗുണം പിടിക്കാനുള്ളതിന് ഈ ദൈവവചനം കേട്ടാൽ അത് വിശ്വാസമായിട്ടങ്ങ് പരിണമിക്കും. എബ്രായ ലേഖനം പറയുന്നു, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് അതവർക്ക് ഉപകാരമായി വന്നില്ല. ഇന്ന് രാത്രി വചനം വിശ്വാസമായി പരിണമിച്ചെങ്കിൽ മാത്രമേ ദൈവമക്കളെ അത് ഉപകാരമായി വരത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ദൈവവചനം ഇന്ന് രാത്രി വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കൊരു സ്തോത്രം ചെയ്യാം. ഏതായാലും ഈ ദൈവദാസൻ ഇപ്പോഴും എറണാകുളത്തുണ്ട് കേട്ടോ, ഉണ്ട്. പ്രൈസ് ഗോഡ്. അങ്ങ് വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞങ്ങൾ പോരുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. 24-ാം തീയതി ക്രിസ്മസിൻ്റെ തലേ ദിവസം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ഞാൻ ആദ്യം പറഞ്ഞ അവർ കമ്പനിയായിട്ടൊരു തീരുമാനമെടുത്തു. എല്ലാവരും കൂടെ ക്രിസ്മസ് വെക്കേഷന് സിംഗപ്പൂർ പോകാൻ 24-ാം തീരുമാനമെടുത്തു. ഇവിടെ നിന്ന് 30-ാം തീയതി പോയി ന്യൂ ഇയർ അവിടെ ഘോഷിച്ച് ആ ആഴ്ച അവസാനം മടങ്ങി വരണം. പ്രൈസ് ഗോഡ്. 29th അവരിവിടെ നിന്ന് ഫ്ലൈറ്റ് കയറും. 30th ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 30th രാവിലെ ജോണിക്കുട്ടിച്ചാൻ്റെ വീട്ടിലോട്ട് സാബ് കയറി വന്നു. ഒരു പ്ലാസ്റ്റിക് കിറ്റ് ബാഗുണ്ട് കയ്യിൽ. ഇത് കൊടുത്തിട്ടുണ്ട്. ജോണിക്കുട്ടിച്ചായ, ഈ കിറ്റ് ബാഗ് ഇവിടെ ഇരിക്കട്ടെ, ഇതിനകത്ത് കുറച്ച് പൈസയുണ്ട്. ഈ പൈസ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി, സിംഗപ്പൂരിന് പോകുന്നവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള പൈസയാണ്. അവരെല്ലാവരും ഇന്നാ കാശ് കൊണ്ടെത്തന്നു. ടിക്കറ്റ് ഞാൻ ക്രെഡിറ്റിൽ മേടിച്ചു. ഈ പൈസ വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഉപയോഗിച്ചു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ബാക്കി ഉണ്ടെങ്കിൽ ബാങ്കിലേക്ക് ഇട്ടേര്. ബാക്കി നമുക്ക് വന്നിട്ട് സംസാരിക്കാം. 29-ാം തീയതി വന്ന കിറ്റ് ബാഗിൽ എണ്ണി നോക്കിയപ്പോൾ 18 ലക്ഷം രൂപയുണ്ട്. ആ വീട്ടിലാണ് ഇന്ന് ജോണിക്കുട്ടിച്ചാൻ താമസിക്കുന്നത്, തൃപ്പൂണിത്തുറ. ദൈവം നിനക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്താൽ, ദൈവം നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ, 31-ാം തീയതി കാശ് നീ കടം വീട്ടേണ്ട ദിവസമല്ലെന്ന് കണ്ടിട്ട് അതിന് മുന്നമേ തന്നെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ സാധിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തിന്റെ ശക്തി നിന്റെ ഏത് വിഷയത്തിലായാലും ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുകയാണ്. ഈ നിമിഷം മുതൽ ഈ 8:15 ഈ നിമിഷം മുതൽ നിന്റെ വിഷയത്തിന്റെ കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അടിത്തറയിൽ മാറ്റം വരണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അടിസ്ഥാനപരമായി മാറ്റം വരട്ടെ. വായിച്ചോട്ടെ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു.
അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, യഹോവ എന്ത് ചെയ്യും? യഹോവ നിങ്ങൾക്ക് വേണ്ടി ദൈവമാണ് യുദ്ധം ചെയ്യുന്നെങ്കിൽ എമൗണ്ടിന് നോക്കണം. ദൈവമാണ് നിന്റെ കാര്യം ക്രമീകരിക്കാൻ പോകുന്നതെങ്കിൽ എമൗണ്ട് നോക്കണം, സംഖ്യ നോക്കണം, ശത്രുവിൻ്റെ ആയുധം നോക്കണം, അവൻ എത്ര അടുത്തത് നോക്കണം, അവൻ എത്ര വേഗത്തിലാണ് വരുന്നത് നോക്കണോ. ഒന്നും നോക്കണ്ട, നീ മേലോട്ട് നോക്കിയാൽ മതി. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആ മോശ വേണം മിണ്ടാണ്ടിരിക്കുക. അവിടെ ഇന്ന് രാത്രി മിണ്ടാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. ഞാൻ ദൈവമെന്ന് മനസ്സിലാക്കിക്കോണം. മിണ്ടാതിരുന്ന് ഞാനാണ് ദൈവമെന്ന് മനസ്സിലാക്കിക്കോണം. അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. എങ്ങനെയെന്നറിയാമോ? വില്ലൊടിച്ച്, കുന്തം മുറിച്ച്, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകൊണ്ട് ഇന്ന് രാത്രി ശത്രുവിൻ്റെ സകല ആയുധ സന്നാഹത്തെയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. യേശു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. ഇന്ന് രാത്രി നിന്റെ വിഷയം യേശു കൈകാര്യം ചെയ്യട്ടെ. അപ്പം യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അടുത്ത വാക്യം, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് ഞാൻ ചോദിക്കും, ഇത്രയും പറഞ്ഞത് ആരാന്നറിയാമോ? മോശ. അത് കഴിഞ്ഞിട്ടാ ദൈവം അരുളി ചെയ്യുന്നത്, നിന്നോട് നിലവിളിക്കുന്നത് എന്ത്? അങ്ങനെ ഉള്ള ആ ഒരു ഡെവലപ്മെന്റ് ആണ് 19-ാം വാക്യം. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ദൂതൻ പുറകോട്ട് വന്നതിന് കാര്യം എന്നറിയാം. അടുത്ത വാക്യം, മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. എന്തിനാ? രാത്രി മുഴുവൻ മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. ഇന്ന് രാത്രി ദൈവം നിന്റെ മധ്യ വന്നാൽ, ദൈവത്തിന്റെ ദൂതൻ നിന്റെ മധ്യ വന്നാൽ ശത്രു അടുക്കത്തില്ല. എളിയവനെ ദുർഗവും അവൻ ദരിദ്രന് കോട്ടയുമായ ദൈവം യേശു ഇന്ന് നിന്റെ വിഷയത്തിന്റെ നടുക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ഭാഗത്ത് ഇസ്രായേൽ മക്കൾ, ഈ ഭാഗത്ത് ദൈവത്തെ സ്തോത്രം ഫറവോനും സൈന്യവും. പ്രൈസ് ഗോഡ്. ഇങ്ങനെ മുമ്പോട്ട് പോകുക. ആവശ്യത്തായിരുന്നു മേഘവും അഗ്നിസ്തംഭവും ദൈവത്തിൻ്റെ ദൂതനും. ഹല്ലേലൂയ. നിങ്ങളവിടെ മിണ്ടാണ്ടിരിയെന്ന് പറഞ്ഞിട്ട് ദൈവം എന്ന് പറഞ്ഞ ദൂതനോട്, ദൂത നീ ഇപ്പുറത്തോട്ട് മാറാൻ പറഞ്ഞു. ദൂതൻ സെക്കൻഡ് കൊണ്ട് ഇപ്പുറത്തോട്ട് വന്നു. മേഘസ്തംഭത്തോട് പറഞ്ഞു ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. മേഘസ്തംഭം ഇപ്പുറത്തോട്ട് വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഈ മിസ്രൈമ്യ സൈന്യം ഈ ഇസ്രായേൽ മക്കളോട് അടുക്കരുത്. ഇന്ന് രാത്രി ഒരു വരച്ചതുപോലെ നിനക്ക് വേണ്ടി ദൈവം പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്തോത്രം ചെയ്ത് ആരാധിക്കുക. This is the power of God. This is the power of Jesus. This is the power of God in the name of Lord Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേൻ. ബന്ധനങ്ങൾ തകർക്കത്തക്കവണ്ണം ശത്രു അടുക്കാതെ വന്ന് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, the protection of Jesus. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വരച്ച എന്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നറിയാമോ? ഹല്ലേലൂയ. നിനക്ക് എതിരായി വരുന്ന രോഗങ്ങൾക്ക് എതിരായിട്ട് വരയ്ക്കാൻ സാധിക്കും. പകർച്ചവാദികൾക്ക് എതിരായിട്ട് വരയ്ക്കാൻ സാധിക്കും. യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുവിനെ ഇടയിൽ വരയ്ക്കാൻ സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിന്റെ മക്കളെ കെട്ടിക്കൊണ്ട് പോകാൻ വരുന്ന കടക്കാരൻ വരുമ്പോൾ അവിടെയും വരച്ച് നിർത്താൻ സാധിക്കും. നിന്റെ കലത്തിലെ മാവ് കുറയാതെ എണ്ണ പറ്റിപ്പോകാതെ മരണദൂതനെയും വരച്ച് നിർത്താൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. ഇന്ന് രാത്രി ചില വിഷയങ്ങളുടെ പുറത്ത് ദൈവം വരയ്ക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില വരകൾ വരയ്ക്കട്ടെ. ശത്രു അടുക്കാതെ കണ്ട് യേശുവിന്റെ നാമത്തിൽ ചില വരകൾ വരയ്ക്കട്ടെ. ആമേൻ. നിങ്ങൾ വായിച്ച മുമ്പിൽ പോയ ദൂതൻ. അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. അടുത്തത്
മേഘസംഭവം അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. അടുത്തത്, രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അടുത്തത്, അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഈ സൈഡിൽ മേഘവും അന്ധകാരവും, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഈ സൈഡിൽ പ്രകാശം പോരെ. ഇന്ന് രാത്രി ഒരു വശത്ത് അന്ധകാരം അയച്ച് നിന്റെ ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ഇരുട്ടയച്ച്, നിന്റെ ശത്രുവിൻ്റെ ഭാഗത്തേക്ക് അന്ധകാരം അയച്ച് നിന്റെ പാളയത്തെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള, നിന്റെ ഗമനത്തെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള, നിന്റെ വഴിയെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആ പ്രകാശത്തിലാണ് അന്ന് രാത്രി ദൈവം അടുത്ത പരിപാടി ആരംഭിച്ചത്. വായിച്ച്, മോശ കടൽമേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു. ഇവർ കിഴക്കോട്ട് ചെല്ലുക, അവരുടെ മുമ്പിലുണ്ടായിരുന്ന കടലിനെ പിൻവാങ്ങിച്ചു. വായിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. ഇന്ന് രാത്രി ഞാൻ നടക്കുമെന്ന് ഉറപ്പുണ്ടോ? തടസ്സങ്ങൾ മുന്നിലുള്ളത് മാറി, പുറകിലുള്ളത് മാറി, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുന്ന ഒരു ദിവസമായി ഇന്ന് രാത്രി ഉറപ്പ് എത്ര പേർക്കുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി യെശയ്യാവ് 25-ാം അധ്യായം 4-5 വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകാം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും. നമുക്ക് പിന്നീട് ചിന്തിക്കാം. കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. അടുത്ത വാക്യം, വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കി കളയുന്നു. മേഘത്തിന്റെ തണൽ കൊണ്ട് ഉഷ്ണം എന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കരം ഉയർത്തിയാട്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കരം ഉയർത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ പറയുന്ന പ്രാർത്ഥന ഉറക്കെ. കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് രാത്രി നിന്റെ ശക്തി കൊണ്ട്, നിന്റെ പ്രത്യക്ഷത കൊണ്ട് നിഷ്കണ്ടകന്മാരുടെ പാട്ടുകളെ ഒതുക്കണമേ. അന്യന്മാരുടെ ആരവങ്ങളെ അടയ്ക്കണമേ. നീ എനിക്ക് കോട്ടയാണ്, നീ എനിക്ക് ദുർഗമാണ്, നീ എനിക്ക് ശരണമാണ്, നീ എനിക്ക് എല്ലാമാണ്. ഇന്ന് രാത്രി യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ രക്ഷിതാവാണ്, യേശു എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കരമടിച്ച് ദൈവത്തെ സൂചിച്ച് ആരാധിക്കാം. ഇവനെ സഹായിക്കുമാറാകാം.